നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാരത്തെ സംബന്ധിച്ചാണ്. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. 4 പ്രത്യേക ഉദ്ദേശങ്ങൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. 1, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സ്ഥിരപ്പെടുത്തുക, അതായത് ദൈവം തന്റെ പുത്രനെക്കുറിച്ച് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ സ്ഥിരീകരിക്കുക. 2, പിതാവായി ദൈവത്തെ വെളിപ്പെടുത്തുക. 3, നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠതയുള്ള മഹാപുരോഹിതനായി തീരുക. 4, പാപങ്ങൾക്ക് നീക്കം വരുത്തുക. അതിലെ അതിപ്രധാനമായ ആ വിഷയമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാപത്തിന് പരിഹാരം വരുത്തുക. എബ്രായലേഖനം 9:26 അവിടെ നാം വായിക്കുമ്പോൾ, അവൻ ഒരിക്കലായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായർ 9:26. മർക്കോസ് 10:45 യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ എബ്രായലേഖനം 2:9 പൗലോസ് പറയുകയാണ്, എങ്കിലും അല്പകാലത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായ ഈ യേശുവിനെ മരണം അനുഭവിച്ചതുകൊണ്ട് ബഹുത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യോഹന്നാൻ തന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്കിൽ പറയുമ്പോൾ അവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, പാപങ്ങൾക്ക് നീക്കം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ദൈവസ്ഥലിൽ ഇറങ്ങി വന്ന വീണ്ടെടുപ്പുകാരനാണ്. വാസ്തവത്തില് അനേക കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്. നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്തിട്ട് മനുഷ്യനെ മടക്കി വാങ്ങുന്ന പ്രവൃത്തി, അതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് വേദവസ്വം പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മെ പാപത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. തന്റെ രക്തം മറുവിലയായി കർത്താവായ യേശു നൽകി. മാത്രമല്ല, അവന്റെ മരണം ഒരു പ്രതിപകര മരണമായിരുന്നു. മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിന് ന്യായമായ ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. മനുഷ്യന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായ നരകശിക്ഷാവധിയാണ്. അതാണ് അന്ത്യ ന്യായപതി എന്ന നിലയിൽ വെളിപ്പാട് 20 പറയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് നമുക്ക് പകരക്കാരനായി, അതായത് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ മരണം സ്വമേധയാ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി രംഗത്ത് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ നമുക്ക് പകരക്കാരനായി അവിടെ തിരികെയും നമ്മുടെ പാപങ്ങൾക്ക് ക്രൂശിന്മേൽ വെച്ച് പരിഹാരം വരുത്തുകയും ചെയ്തു. പാപങ്ങളെ നീക്കളയുക, പാപം പരിഹരിക്കുക എന്നുള്ള ആ പദപ്രയോഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്കുകൾ പറയപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക യാഗത്തെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായിരുന്ന മഹാപാപ പരിഹാര ദിവസം 2 ആട്ടിൻകുട്ടികളെ വേർതിരിച്ചിട്ട് അതിൽ ഒന്നിന്റെ മേൽ ജനത്തിന്റെ പാപം മുഴുവൻ ചുമത്തി അതിനെ അറുത്ത് അതിന്റെ രക്തവുമായി മഹാപുരോഹിതൻ അന്തർമന്ദിരത്തിലേക്ക് പോകുന്നു. അവിടെ അത് കൃപാസനത്തിന്റെ മീതെ 7 പ്രാവശ്യം തെളിച്ച് യാഗത്തെ ദൈവപ്രസാദമായി അംഗീകരിച്ച് മടങ്ങി വന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നു. രണ്ടാമത് മറ്റൊരു ആട്ടിൻകുട്ടിയെ ജനത്തിന്റെ പാപം മുഴുവൻ അതിന്റെ മേൽ ചുമത്തിയിട്ട് സ്കേപ്പ് ഗോട്ട് എന്ന നിലയിൽ അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ആട് പിന്നെ ഒരിക്കലും മടങ്ങി വരികയില്ല. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര പ്രവൃത്തിയുടെ 2 മുഖങ്ങളാണ് ഈ ഭാഗത്ത് ദൈവാത്മാവ് പറയുന്നത്. ഒന്ന്, നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി തന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം തന്നു. അപ്പോൾ അവിടെ കർത്താവായ യേശു, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ്. എന്നാൽ രണ്ടാമത് മരുഭൂമിയിലേക്ക് അസസ്സയിൽ എന്ന് പറഞ്ഞ് ചീട്ടിട്ട് പറഞ്ഞയക്കുന്ന ആട് എന്ന് പറയുന്നത് നമ്മുടെ പാപം ചുമന്നുകൊണ്ട്
പാളയത്തിന് പുറത്തേക്ക് പോവുകയും നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ അവൻ കയറി അവിടുത്തെ അടിപ്പണകളാൽ നമുക്ക് സൗഖ്യം തന്നു. ഇപ്പോൾ നമ്മുടെ പാപത്തിന്റെ സകല ശാപവും ചുമന്ന് ഒഴിച്ച ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 വായിക്കുമ്പോൾ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്ന് പ്രവാചകൻ പറയുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5 അധ്യായത്തിന്റെ 21 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ദിവ്യബലിയായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു.